ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു മോർണിംഗ് വ്ളോഗുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഗ്യാസ് ചതിച്ച ദിവസത്തെ വീഡിയോ ആണ് ഗായ്സ്. നമ്മുടെ ഗ്യാസ് തീർന്നു. 2 സിലിണ്ടർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ബുക്ക് ചെയ്യാൻ മറന്നുപോയി. മണിയണ്ണൻ 2-3 ദിവസമായിട്ട് എന്നെ ഓർമ്മിപ്പിക്കുന്നു ജോലിക്ക് പോകാൻ നേരം ഗ്യാസ് ബുക്ക് ചെയ്യണേന്ന്. എവിടെ, ഞാൻ മറന്നുപോയി. എനിക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? ഇതൊക്കെയാണ് എൻ്റെ മറവികൾ എനിക്ക് മേടിച്ച് തരുന്ന പണികൾ. അങ്ങനെ എന്തായാലും രാവിലെ എഴുന്നേറ്റു, അടുപ്പ് കത്തിച്ചു, വെള്ളം അടുപ്പേ വെച്ച് അരിയൊക്കെ ഞാൻ കഴുകിയിട്ടു. അരിയൊക്കെ കഴുകിയിട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ ദാണ്ട നമ്മൾ സ്ഥിരം നമ്മുടെ പരിപാടിയിലേക്ക് ഇറങ്ങിയേ. പാവയ്ക്കൊക്കെ ഇങ്ങനെ കിളിച്ച് വരുമ്പോഴേ നമ്മൾ പോയി പേപ്പർ കുത്തിയിട്ടില്ലെങ്കിൽ ഇതിന് കായ്ച്ച് ശല്യം ഉണ്ടാവും. അങ്ങനെ ഡെയിലി രാവിലെ ഇറങ്ങും. കുറച്ച് നേരം ഒരു 10-15 മിനിറ്റ് നമ്മൾ എന്തായാലും അതിൻ്റെ കൂടെ നിൽക്കണമേ. അങ്ങനെ ഇറങ്ങിയപ്പം പേപ്പർ കുത്തിയിടാൻ വന്നപ്പം കുറേ പാവയ്കൾ പാകമായിട്ട് നിൽപ്പുണ്ടായിരുന്നു. എന്നാൽ പിന്നെ അതിനെയൊക്കെ അങ്ങ് പിച്ചി പിന്നെ പേപ്പർ കുത്തിയിടാം എന്ന് വിചാരിച്ച് പാവയ്ക്കെല്ലാം പിച്ചി കൊണ്ട് വെച്ചിട്ട് പിന്നെ നിന്ന് ഇങ്ങനെ പേപ്പറൊക്കെ കുത്തിയിടുവാന്നേ. ഇത് നമ്മൾ നോക്കി നിന്നില്ലെങ്കിൽ ഉണ്ടല്ലേ, ഒരു കായ്ച്ച വന്ന് കയറിയാൽ മതി, ബാക്കി എല്ലാ കായും നശിച്ചു പോകുവേ. അത്യാവശ്യം നല്ലപോലെ പിടിക്കുന്നുണ്ട്. അതിനെയെല്ലാം നമ്മൾ വേണ്ട രീതിയിൽ സംരക്ഷിച്ച് നിർത്തിയാൽ നമുക്ക് അത്യാവശ്യം കാ കിട്ടുവേ. അങ്ങനെ പേപ്പറൊക്കെ കുത്തിയിടും. ഈ കുത്തിയിടുന്ന പേപ്പറുകൾ എന്താണെന്നറിയാവോ? ഞാൻ PSC പഠിച്ചുകൊണ്ടിരുന്നപ്പം നോട്ട്സ് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് വയ്ക്കുന്നതാണേ. അത് പഠിക്കാൻ വേണ്ടിയിട്ട് യൂസായില്ലെങ്കിലും എന്തായാലും പാവയ്ക്കൊക്കെങ്കിലും യൂസായി. ഒന്ന് ചീഞ്ഞാലേ അടുത്തതിന് വളമാകുമെന്ന് പറയില്ലേ, ആ സംഭവമാണെന്നേ ഇത്. എന്തായാലും പാവയ്ക്കയുടെ എല്ലാം പേപ്പറെല്ലാം കുത്തിയിട്ടിട്ട് പിന്നെ നമ്മൾ ചീര പിച്ചാനായിട്ട് പോയേ. ഈ ചീര കഴിഞ്ഞ അടുക്കളത്തോട്ടം വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് വൈറ്റമിനൊക്കെ കുറയുമ്പം വാ പൊട്ടുമല്ലേ, ആ വാ പൊട്ടലിന് ഈ ചീര കഴിച്ചാൽ പെട്ടെന്ന് മാറുമെന്ന് പറഞ്ഞ്. അങ്ങനെ എൻ്റെ വാ പൊട്ടുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് 2-3 ദിവസമായിട്ട് ഇപ്പോൾ ഈ ചീര ഞാൻ തോരൻ വെക്കുന്നത്. ഇതാണ് ആ ചീര കേട്ടോ. ആർക്കെങ്കിലും എൻ്റെ പേരറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടേക്കണേ, എനിക്കിതിൻ്റെ പേരറിയില്ല. അങ്ങനെ ഇന്നത്തെ നമ്മുടെ തോട്ടത്തിലെ കറക്കവും കഴിഞ്ഞ് ഇത്രയും പച്ചക്കറികളും കൊണ്ടാണ് നമ്മൾ കയറി വന്നത്. നമ്മുടെ അയ്യത്തുനിന്ന് കിട്ടുന്ന സാധനങ്ങളൊക്കെ കഴിക്കുമ്പോൾ അതൊരു പ്രത്യേക സന്തോഷമാണെന്നേ. ചീരയും കുറച്ച് പാവയ്ക്കയും, പയർ കുറച്ചേ ഉള്ളായിരുന്നു, ഇന്നലെ പിച്ചിട്ടുണ്ടായിരുന്നത് കൊണ്ട് കുറച്ചേ ഉള്ളായിരുന്നേ. പിന്നെ നമ്മൾ ആ ചീര ഒന്ന് അരിഞ്ഞെടുക്കാനായിട്ട് പോയാണ്. ഇതിൻ്റെ ഈ ഇല ഇങ്ങനെ ഊരിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇല മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ, തണ്ടൊന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ചിലവരൊക്കെ എൻ്റെ ആ കിളുന്ന തണ്ട് യൂസ് ചെയ്യുമെന്ന് പറയും. ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ഞാനിങ്ങനെ ഇല ഊരിയെടുത്തിട്ട് അതിനിങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുവേ. ഇത് ഇച്ചിരി വേവ് കൂടുതലുള്ള ചീര ആയതുകൊണ്ട് നമ്മളിങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുത്താൽ മാത്രമേ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടത്തുള്ളേ. അങ്ങനെ നമ്മൾ ചീരയെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചീരയെല്ലാം അരിഞ്ഞെടുത്തിട്ട് കിച്ചണിലേക്ക് വന്നപ്പോഴത്തേക്കും നമ്മുടെ അരി വെന്തിട്ടുണ്ടായിരുന്നു. അരി അടപ്പയിലിട്ടിട്ടായിരുന്നു നമ്മൾ ചീര വെട്ടാനും പേപ്പർ കുത്തിയിടാനും ഒക്കെ പോയതേ. പിന്നെ അരി അങ്ങ് ഊറ്റി വെച്ചിട്ട് പിന്നെ നമ്മൾ ഇഡ്ഡലി പാത്രം വെച്ച് എന്തിനാണെന്ന് വെച്ചാൽ ഇന്നലത്തെ ഇടിയപ്പം കുറച്ച് ബാക്കി വന്നായിരുന്നു. അതെടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് അതൊന്ന് ചൂടാക്കി എടുക്കാനായിട്ട് ഇഡ്ഡലി പാത്രം വെച്ച്. ഗ്യാസ് തീരുമ്പോൾ മാത്രം യൂസ് ചെയ്യാനായിട്ട് വെച്ചേക്കുന്ന ഇഡ്ഡലി പാത്രമാണ് ഇത്. ഇതിന് എൻ്റെ നിച്ചുകുട്ടൻ്റെ പ്രായമുണ്ട്, 15 വർഷമായേ. ഇതെൻ്റെ കൂടെ കൂടിയിട്ട് ഇതിനെ അങ്ങനെ കളയാനും എനിക്ക് ഉദ്ദേശമില്ല. ഗ്യാസ് തീരുമ്പോൾ നമുക്ക് ഇതിന് ആവശ്യം വരുമല്ലോ. ഇങ്ങനെ മറവികൾ ഇനിയും സംഭവിക്കാം. അങ്ങനെ ഇടിയപ്പം എല്ലാം പറക്കി ചൂടാക്കാൻ വെച്ചു. അതും വെന്ത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ നമ്മൾ തലേന്ന് കറി വെച്ചതിരിപ്പുണ്ടായിരുന്ന മീൻ കറി, നമ്മുടെ കുഞ്ഞമത്തിയൊക്കെ കറി വെച്ചതാണേ, അതങ്ങോട്ട് ചൂടാക്കാൻ വെച്ചു. അതും ഇന്നലെ രാത്രി വന്ന് അടുപ്പിൽ തന്നെ വെച്ചതാണേ. കറിയും ചൂടാക്കി കഴിഞ്ഞ് പിന്നെ നമ്മുടെ ചീര വയ്ക്കാനായിട്ട് ഒരുങ്ങുമായിരുന്നേ. ഈ ചീര ഞാൻ വയ്ക്കുന്നതിൻ്റെ റെസിപ്പി ഒന്ന് പറഞ്ഞു തരാവേ. എൻ്റേതായ വെർഷനിലാണ് വയ്ക്കുന്നത്. അത് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ച് കടുക് ഇട്ട് പൊട്ടി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ സവാളയും അതുപോലെ പച്ചമുളകും പിന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയോട് ചേർത്തിട്ടുണ്ടായിരുന്നു. വീഡിയോയിൽ അത് വന്നിട്ടില്ല. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് ചീരയെല്ലാം പറക്കി വെച്ച് കൊടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ച് വയ്ക്കാവേ. അല്പനേരം ഒന്ന് വാടിക്കഴിയുമ്പോഴത്തേക്കും ഒന്ന് താന്നിട്ടുണ്ടാവും. നേരത്തെ നിറഞ്ഞിരുന്നതല്ലേ, ഒന്ന് താന്നിട്ടുണ്ടാവും. അപ്പോൾ ഒന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി മിക്സാക്കി അതിലേക്ക്
കുറച്ച് വെള്ളം ആവശ്യത്തിനൊരു കുറച്ച് വെള്ളം 1-2 സ്പൂൺ വെള്ളം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ഇതിന് വേവ് കൂടുതലാണ്, അതുകൊണ്ടാണ് നമ്മൾ വെള്ളം ചേർത്ത് വേവിക്കുന്നത്. ഒന്ന് അടച്ച് വെച്ച് കുറച്ച് നേരം ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കുറച്ച് തേങ്ങാപ്പീര, ഒരു കൈപ്പിടി തേങ്ങാപ്പീര ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് അടച്ച് വെച്ച് കുറച്ച് 2 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ തോരൻ റെഡിയായേ. അത് വെന്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അടുപ്പിലേക്ക് തന്നെ ഒരു ചട്ടി വെച്ചിട്ട് നമ്മുടെ മീൻ വറുക്കാൻ കുഞ്ഞി മത്തിയൊക്കെ തന്നെയാണ് അതൊന്ന് വറുക്കാനൂടെ വെച്ച് അതുകൂടെ ആയപ്പോഴത്തേക്കും നമ്മുടെ കിച്ചണിലെ ജോലി അത്യാവശ്യം തീർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പാത്രമൂടെ കഴുകിയാൽ മതിയേ. എന്നും പാത്രം കഴുകുന്ന കാണിച്ച് നിങ്ങളെ വെറുപ്പിക്കണ്ടെന്ന് വിചാരിച്ച് ആ വീഡിയോ ഞാൻ പിന്നെ എടുത്തില്ല. അങ്ങനെ മത്തിയും കൂടി ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തുണി കഴുകാനായിട്ട് ഇറങ്ങിയ നമ്മൾ ഈ വെള്ള തുണികൾ മെഷീനിട്ട് കഴുകിയാൽ നമ്മുടെ വെള്ളത്തിന് ഓരമുണ്ടായതുകൊണ്ട് തുണിയിൽ കയറി പിടിക്കുകയോ പോലെ, അതുകൊണ്ട് അത് വെളിയിലിട്ടാണ് കഴുകുന്നത്. അപ്പോൾ തുണിയും കൂടെ ഒക്കെ കഴുകിയിട്ട് പിന്നെ നമ്മൾ ഷോപ്പിലേക്ക് പോയി. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഗ്യാസ് തീർന്ന ഒരു ദിവസത്തെ വീഡിയോ ഒന്ന് എടുത്ത് കാണിച്ചെന്നേ ഉള്ളേ. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യാൻ മറക്കരുതേ. പുതിയ വീഡിയോയുമായിട്ട് കാണാം. ടാറ്റാ, ബൈ ബൈ.